നമസ്കാരം, ന്യൂസ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം. വിശ്വാസ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ശബരിമലയുടെ പേര് പറയാതെ വിശ്വാസ സംരക്ഷണ വിഷയത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട് പത്തനംതിട്ടയിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വിശ്വാസമായാലും ആചാരമായാലും അത് പ്രകടിപ്പിക്കണം, എന്നാൽ അക്രമത്തിലേക്ക് പോകരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പര്യടനത്തിലെ ആദ്യ പരിപാടിയായ പത്തനാപുരത്ത് RSSനെതിരെയും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. രാജ്യം RSSൽ നിന്ന് വലിയ ആക്രമണം നേരിടുന്നുവെന്നും RSSന്റേതല്ലാത്ത എല്ലാ ശബ്ദങ്ങളെയും തച്ചു തകർക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. അഹിംസയിലൂടെ കോൺഗ്രസ് ഇതിനെ നേരിടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. 2019 കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പ്രളയത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വലിയ സഹായം ചെയ്യാനാകുമെന്നും രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ പറഞ്ഞു. ഒരു സംസ്കാരം, ഒരു ഭാഷ, ഒരു മതം എന്ന് പഠിപ്പിക്കുന്ന സംഘപരിവാർ ആശയമല്ല, രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മഹത്തായ പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പോരാട്ടം BJPക്കും RSSനും എതിരെയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. CPM ഉൾപ്പെടെയുള്ളവരുടെ ആശയങ്ങളെ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. RSS ഈ രാജ്യത്തോട് ചെയ്തതൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ CPM ശ്രമിച്ചിട്ടില്ല എന്നും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഇടതുപക്ഷവും RSSും വ്യത്യസ്തരാണ്. RSS ഈ രാജ്യത്തോട് ചെയ്തതൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ CPM ശ്രമിച്ചിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിൽ മത്സരിക്കുന്നത് രാജ്യത്തിനുള്ള സന്ദേശമാണെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഒരു കാഴ്ചപ്പാടല്ല, ഒരുപാട് ചിന്തകളുടെ സമന്വയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാടിന്റെ സഹിഷ്ണുതയുടെ ചരിത്രമാണ് എന്നെ ആകർഷിച്ചത്. സാമൂഹ്യ സമന്വയത്തിന്റെ മികച്ച ഉദാഹരണമായതിനാലാണ് കേരളം തെരഞ്ഞെടുത്തത്. ന്യായ് പദ്ധതി നടപ്പിലാക്കാനുള്ള പണം മധ്യവർഗത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുമെന്ന നരേന്ദ്രമോദിയുടെ ആരോപണം കളവാണെന്നും രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. RSS എതിർശബ്ദങ്ങളെയെല്ലാം അടിച്ചമർത്തുകയാണ്. അതിനെ കോൺഗ്രസ് സ്നേഹം കൊണ്ടും അഹിംസ കൊണ്ടും നേരിടും. കേരളത്തിൽ മത്സരിക്കുന്നത് കാരണം RSSന്റെ തെറ്റായ ശൈലി തുറന്നു കാട്ടാനാണെന്നും അദ്ദേഹം പറഞ്ഞു. ചൌക്കിദാർ ചോർ ആണെന്ന് മോദിയെ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ആക്രമണം നേരിടുകയാണ്. RSSനെ ചെറുക്കാൻ കഴിയുന്ന ഒരേയൊരു പാർട്ടി കോൺഗ്രസ് ആണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിൽ പത്രിക സമർപ്പിച്ച ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചാരണത്തിന് എത്തുന്നത്. CPMനെതിരെ ഒരു വാക്ക് പോലും പറയില്ലെന്ന ഉറപ്പ് എല്ലാ യോഗത്തിലും അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പാലിച്ചു. BJPക്കും RSSനും എതിരെയായിരുന്നു രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചത്. എല്ലാ യോഗത്തിലും ഇരുവർക്കുമെതിരെ രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാഴ്ചവെച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ.